ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ വലിപ്പം എത്രയെന്നറിയുമോ? ആ മരത്തിന്റെ വിശാലത എത്രയെന്നറിയുമോ? ഒരു മനുഷ്യൻ ഏറ്റവും സഞ്ചരിച്ചാൽ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം എടുത്തിട്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 വർഷം സഞ്ചരിച്ചാലും സ്വർഗത്തിലെ ഒരു തണൽ വൃക്ഷത്തിന്റെ ഒരു ശിഖരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം 100 വർഷം സഞ്ചരിച്ചാലും ഒരു മരത്തിന്റെ തണല് വിട്ടുകിടക്കാൻ കഴിയില്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ സ്വർഗത്തിന്റെ വലിപ്പം എത്രയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച്, അതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിലെ പ്രതിഭകളെ കുറിച്ച്, അതിലെ ദറജകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുജനന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, എനിക്ക് നീ സ്വർഗം തരണേ എന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാമല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ എപ്പോഴും അല്ലാഹുവിനോട് സ്വർഗം തരണമെന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ, എല്ലാവരും സ്വർഗം തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗം ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാണ് സ്വർഗം ദുആ ചെയ്യുന്നതെന്നറിയുമോ? 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ചോദിക്കുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ പലരെയും അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുകയാ. ആരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്? സ്വർഗം ഒരുപാട് മോഹിക്കുന്ന 3-4 വിഭാഗമുണ്ട്. സ്വർഗം ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന 4 വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ 4 നഫർ. 4 വിഭാഗം ആൾക്കാരെ സ്വർഗം കാത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും, ഞാനും നിങ്ങളും അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും ചോദിക്കും, സ്വർഗം താ അല്ലാഹ്. എല്ലാരും ചോദിക്കുന്നത് എന്താ? എങ്കിൽ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, 4 വിഭാഗം ആൾക്കാരെ എനിക്ക് നീ തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു ആ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്നെങ്കിൽ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് പരിശ്രമിച്ചൂടെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗം അല്ലാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്ന, നബിയേ, ആ 4 വിഭാഗം ആരെല്ലാമാ? അല്ലാഹുവിന്റെ സ്വർഗം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന 3 വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്ന 1ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്വാഇമീന ഫീ ശഹ്രി റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ, രാവിലെ മുതൽ പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട് വൈകുന്നേരം വരെ പട്ടിണിയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ എനിക്ക് നീ തരണേ അല്ലാ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസം നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുമ്പോ എന്ത് പരിഗണനയാണ്, നമ്മളൊക്കെ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. പലരും പറയാറുണ്ട്, അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്ത് പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ പോകണമല്ലോ, നോമ്പാണല്ലോ, എത്ര പെട്ടെന്ന് ഇങ്ങ് വന്നു പോയല്ലോ. പടച്ചവനെ, ശനിയാഴ്ച വേണ്ടായിരുന്നു, ഞായറാഴ്ച നോമ്പ് വന്നാ മതിയായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് റജബ് മാസം കടന്നു വന്നപ്പോ ഉസ്താദന്മാർ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. എന്തിനു വേണ്ടിയാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? 2 മാസം മുമ്പ് എന്തിനാ ദുആ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പൊന്നുമോനെ 12 മാസമുണ്ടല്ലോ, ഒരു വർഷത്തിൽ 12 മാസം. പടച്ചവനെ, ഈ 12 മാസത്തിൽ 6 മാസം അല്ലാഹുവേ സഹാബത്ത് ദുആ ചെയ്യുകയാ. 6 മാസമാകുമ്പോഴേ അവർ ദുആ ചെയ്യുന്നു, റമളാൻ വരെ നീ എനിക്ക് ആയുസ് തരണേ അല്ലാ. നമ്മളൊക്കെ 2 മാസം കൊണ്ടാ കാത്തിരിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സഹാബത്ത് 6 മാസം മുമ്പേ കാത്തിരിക്കുകയാ. 6 മാസം മുമ്പേ അവര് കാത്തിരിക്കുകയാണ്. അങ്ങനെ റമളാൻ കടന്നു വന്നു. അങ്ങനെ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നു. റമളാൻ അവസാനിച്ച പിന്നെ 6 മാസം അവര് കരയുകയാണ്. പിന്നെ 6 മാസം അവര് ദുആ ചെയ്യുന്നത്, പടച്ചറബ്ബേ ഈ റമളാനിൽ ചെയ്തു പോയ അമലുകൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാ. പണ്ടൊക്കെ എന്റെ പ്രിയമുള്ളവരെ, റജബ് മാസം വരുമ്പോ, ശഅബാൻ മാസം വരുമ്പോ വീട് മുഴുവനും വൃത്തിയാക്കുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് വെളിയിൽ കളയുകയാണ്. പടച്ചവനെ, വീടിന്റെ പരിസരം മുഴുവനും വൃത്തിയാക്കുകയാ. റമളാൻ വരികയാണല്ലോ, അതിഥി വരികയാണല്ലോ, സ്വീകരിക്കാൻ വേണ്ടി പണ്ടൊക്കെ പ്രായമുള്ളവര് തയ്യാറെടുക്കുമായിരുന്നു. പടച്ചവനെ, റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പോലും വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് മനസ്സ് പോലും ഒന്ന് ശുദ്ധമാക്കാനുള്ള മനസ്സില്ലല്ലോ. മനസ്സും ശരീരവും വൃത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. പടച്ചവനോട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞു നന്നാകാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞു തരാ. 30 ദിവസത്തെ മഹത്വം പറയാൻ കഴിയില്ല. റമളാനിന്റെ എല്ലാ ദിവസത്തെയും പ്രതിഫലം ഒരു മനുഷ്യന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരേ ഒരു ദിവസത്തിന്റെ പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹുവേ, നാളെ പടച്ചവനെ വെള്ളിയാഴ്ച വൈകുന്നേരം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരിക്കുകയാ. അല്ലാഹുവേ, നാളെ റമളാനാണോ, നാളെ റമളാനാണോ? പടച്ചവനെ, 2 മാസമായിട്ട് കാത്തിരിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ റമളാനാണെന്നറിയേണ്ടത് വീട്ടിലിരുന്നല്ല, ടിവിയിൽ കൂടെയല്ല, അതാരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടല്ല, പടച്ചവന്റെ പള്ളിയിൽ വിളിച്ച് പറയുന്നത് കേട്ടിട്ടല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ റമളാനാണോ എന്നറിയേണ്ടത് അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നാളെ റമളാനാണോ എന്നറിയേണ്ടത് നിസ്കാരപ്പായിരുന്ന. അങ്ങനെ ഇരുന്നാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? റമളാനിന്റെ 1-ാമത്തെ രാത്രിയിൽ പടച്ചവന്റെ പള്ളിക്കകത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റമളാനിന്റെ 1-ാമത്തെ രാത്രി പടച്ചറപ്പ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചറപ്പ് ഇശായിനെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ വന്നിരിക്കുകയാ. ഉസ്താദേ, ഇന്ന് തറാവിയുണ്ടോ? നാളെ 1-ാമത്തെ നോമ്പാണോ? പടച്ചവനെ, ടെൻഷൻ അടിച്ചുകൊണ്ട് 2 മാസക്കാലം അല്ലാഹുവിനോട് ദുആ ചെയ്ത് കാത്തിരുന്ന അത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതിനെ സ്വീകരിക്കാനിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 1-ാമത്തെ പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ പള്ളിക്കകത്തിങ്ങനെ ഇരിക്കുമ്പോ നാളെ റമളാനാണ്, നാളെ റമളാനിന്റെ 1-ആണ്, പടച്ചവനെ ഇങ്ങനെ വിളിച്ചു പറയുന്ന സമയത്ത് റമളാനിന്റെ 1-ാമത്തെ രാത്രി ഉണ്ടല്ലോ, അല്ലാഹു ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാ. അല്ലാഹു